ഈ ഒരു കമൻറ്റ് കണ്ട ഞാനൊരു തൊഴിലാളിയായിട്ട് തുടങ്ങിയതാണ്. പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുക തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ്. തൊഴിലാളികളാണ് മുതലാളിമാർ ഉണ്ടാക്കുന്നതെങ്കിലും നല്ലൊരു ബിസിനസ് ഓണറായാൽ തൊഴിലുടമയായാലും ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാനും പറ്റും. ഞങ്ങൾ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ട്രെയിനിങ്ങിന് വിളിച്ച ഒരു 4 ആൾക്കാരെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് റീസൺ കുറേ ഉണ്ട് കേട്ടോ. അതിൽ വന്ന ഒരാളായിരിക്കാം. ഇപ്പം നമ്മൾ ഒരാൾക്ക് ഒരു വിസ കൊടുക്കുമ്പോൾ ഏകദേശം ഇവിടുത്തെ 8,000 ദിർഹംസ് എക്സ്പെൻസ് ഉണ്ട്. അത് നമ്മൾ വഹിക്കുമ്പോൾ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാൾ നമ്മൾ സ്റ്റാഫായിട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ ആ സ്റ്റാഫിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല, നമ്മൾക്ക് അതിൻ്റെ പിറകെ നടക്കുന്ന ബുദ്ധിമുട്ട്. കാരണം 3 ദിവസം വരും, 4 ദിവസം വരില്ല. ആ സ്ഥാപനത്തിന് ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പെടുന്ന പാട്, മറ്റ് സ്റ്റാഫുകൾക്കിടയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ്, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഒഴിവാക്കേണ്ടിയിട്ടാണ് ട്രെയിനിങ്ങിന് വിളിക്കുന്നത്. 2 പേര് ട്രെയിനിങ്ങിനുണ്ട്. പേരെങ്ങനെ? നിങ്ങളുടെ പേരെങ്ങനെ? ദിനേശ്. ഞങ്ങൾക്ക് കുറേ തമിഴ് കസ്റ്റമർ ഉണ്ട്, അതുകൊണ്ട് ഒരു തമിഴ് ബ്രദറിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദിനേശ് ഫസ്റ്റ് ഡേ ട്രെയിനിങ് അല്ലേ? ഓക്കെ. രഹന കൺഫർമേഷൻ കിട്ടിയ? കിട്ടി. അപ്പം നമ്മൾ ഒരുവിധം എല്ലാവരും എടുത്തിട്ടുണ്ട്. ഒരു 4 ആൾക്കാർ റിജക്റ്റ് ചെയ്യേണ്ട റീസൺ ഞാൻ ഈ പറഞ്ഞ റീസണുകളും പിന്നെ ചില ആൾക്കാർ ഫുൾ ടൈം മൊബൈലിൽ അങ്ങനത്തെ ഇതുകൊണ്ട് റിജക്റ്റ് ആയിട്ടുണ്ട്. അവരെ കുറ്റപ്പെടുത്തുകയല്ല, ഓരോരുത്തർ ഓരോ ഹാബിറ്റാണ്. പക്ഷെ ഇവിടെ അറബല്ല ഫ്രാഗ്രൻസിൻ്റെ അണ്ടറിൽ ഒരാൾ ട്രെയിനിങ്ങിന് വന്നാൽ ഇപ്പോൾ 3 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവരോട് വരണ്ടെന്ന് പറയും. കാരണം അവരുടെ സമയത്തിന് വിലയുണ്ട്. പിന്നീട് നമ്മൾ അവരെ സമയം വെറുതെ ഉപയോഗിച്ച് എന്നുള്ളൊരു ചിന്ത അവരിലുണ്ടാവരുത്. അങ്ങനെ ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളെ ബർക്കത്ത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നത്. രഹന ഇപ്പോൾ എത്ര ദിവസം നമ്മളായിരുന്നു? ഇത് 4ാമത്തെ ദിവസം. 4ാമത്തെ ദിവസം. ഹാപ്പിയാണ്? ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഏകദേശം ചെറിയ ഐഡിയ എല്ലാം ഞാനും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? മലയാളം തിരിയോ? തിരിയും കൊഞ്ചം. ഓക്കെ. അപ്പോൾ റിയാസ് ഉണ്ട്. ഇവരും ഏകദേശം പുതിയ ആൾ തന്നെ പറയാം. എത്രയായി റിയാസ് നമ്മളോട്? 4 മാസമായിട്ടുണ്ട് ഇപ്പോൾ. 4 മന്ത്സ്. നല്ല പെർഫോമറാണ്. ആൾക്കാർ എടുക്കുമ്പോൾ നമ്മൾ നോക്കാണ്ട് എടുത്തിട്ട് പോയെന്നാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രെയിനിങ്ങിന് വിളിക്കുന്നതും. ട്രെയിനിങ് നമ്മളെ അവകാശമാണ്. ആളെ മനസ്സിലാക്കൽ നമ്മളെ അവകാശമാണ്. ആ അവകാശം മാന്യമായ രീതിയിൽ നിങ്ങൾ കാണുക. നമ്മൾ 1 മണിക്കൂറാണ് നിങ്ങൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തെങ്കിൽ ആ 1 മണിക്കൂറിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ടേ വിട്ടിട്ടുള്ളൂ. ഞാൻ ക്ലിയർ ആയിട്ട് പറയാറുണ്ട്, നിങ്ങൾക്ക് നമ്മളെയും പിടിക്കണം, നമുക്ക് നിങ്ങളെയും പിടിക്കണം അല്ലേ? എന്നാലല്ലേ മുന്നോട്ട് പോകും. ഇതൊരു ജേണി അല്ലേ. നമ്മൾ എന്താ ഒരു മുതലാളി തൊഴിലാളി ഫീൽ തോന്നാറുണ്ട്? എനിക്ക് ഒരിക്കലും ഇല്ല. എന്തായിട്ട് തോന്നാറ്? ബ്രദറായിട്ട്. അതെ. താങ്ക് യു. നമ്മളൊരു ടീം വർക്കാണ് ഇത്. ഈ കമൻ്റ് ഇട്ടാളെ ബോധ്യപ്പെടുത്തേണ്ടിയിട്ടല്ല, ടീം വർക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന സുഖം വേറെ തന്നെയാണ്. ടീം വർക്കിൽ പോകുമ്പോൾ വിജയം പരാജയം അതിൻ്റെ സ്പിരിറ്റിലെടുക്കും. നമ്മൾ ആ ഒരു സ്പോർട്സ് സ്പിരിറ്റിൽ മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണ വരുത്തരുത് എന്ന് വിനയവരിച്ചർ അപേക്ഷിക്കുന്നു.